വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഡിന്നറോട് കൂടി ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. വെള്ളക്കടല കുതിർത്തത് നന്നായിട്ട് കുതിർന്നിട്ട് അതിനകത്തോട്ട് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് കുക്കർ അടിച്ച് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലോട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ അങ്ങ് കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറി റെഡി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കി എടുത്താൽ മതി, ഉപ്പൊക്കെ നോക്കിയിട്ട്. നല്ല കിടിലൻ ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. കടലയും ഗ്രീൻ പീസും എല്ലാം. നമുക്ക് കൂടെ പുട്ടാണ്. പുട്ടിന് നമ്മുടെ പുഞ്ചപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. പുട്ടുപൊടിയായിരുന്നു. അതിപ്പോൾ നമ്മുടെ സ്റ്റീം മെയ്ഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വെച്ചാൽ കുതിർന്നിട്ട് പെട്ടെന്ന് ആക്കി എടുക്കാമല്ലോ. അപ്പോൾ അതാണ്. പുട്ടൊക്കെ ഇൻഡക്ഷൻ കുക്ക്ടോപ്പിൽ പെടപെടേന്നാവും ഗ്യാസിനെ കാട്ടി. അപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് വന്നിട്ടില്ലേ. പുട്ടിന് എന്തായാലും കുറച്ച് ചാറ് വേണം. ചാറായിട്ടാണ് വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ തട്ടിക്കൂട്ടെന്ന് പറയാം. പക്ഷെ ടേസ്റ്റായിട്ട് കിട്ടിയാൽ പോലെ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അവരൊന്നും അറിയത്തില്ല നമ്മൾ വഴറ്റിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ടേസ്റ്റ് ഉണ്ടോണ്ട് കഴിച്ചോളൂ. പിന്നെ പുട്ടും കടല ഇവിടെ ഇഷ്ടമാണ്. നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം രാത്രി നമ്മുടെ ശർമാജിയുടെ കടയിൽ സാധനം വാങ്ങാൻ കയറിയപ്പോൾ അങ്കു ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരായിട്ട് കളിക്കാൻ പോകുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ ഇഷ്ടമുള്ള സംഭവം കണ്ടോ, ഡൈസ്ഡ് ചീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറക്കി എടുത്തിട്ടുണ്ട്. കുറേ നാളായി ഈ സംഭവം വാങ്ങിച്ചിട്ട് ടാങ്ക്. ഇതൊക്കെ അവൻ പറക്കി എടുക്കുന്നയാ. അവന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരഞ്ഞ് കണ്ണങ്ങോട്ട് തന്നെ പോകും. പിന്നെ നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ടേ. ഫസ്റ്റ് സെക്ഷൻ ഓഫ് മാങ്ങ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞ് വിഷു മാങ്ങ കിട്ടി. മാങ്ങയൊക്കെ നമുക്ക് പുളിശ്ശേരി വെച്ച് കഴിക്കാം. കുറച്ച് പുളിയാ ഈ സമയത്ത് കിട്ടുന്ന മാങ്ങ. ഇനി അങ്ങോട്ട് പോകണം മധുരം നല്ലത് കിട്ടണമെങ്കിൽ. അപ്പം എന്തായാലും എനിക്ക് മാങ്ങ സീസൺ ആകുമ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ ഫേവറേറ്റ് ആണ് മാംഗോ എന്ന് പറയുന്നത്. ഞാൻ ഷോർട്സ് ഇട്ടേൽ ഒരു ഹെൽത്തി ആട്ട ജാഗരി കേക്ക് ബട്ടറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു കേക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാവേ. അമൂലിൻ്റെ നമ്മുടെ ബട്ടർ, ഉപ്പുള്ള ബട്ടറായത്. ശരിക്കും അത് കേക്കല്ല കേട്ടോ, ഒരു ബ്രെഡ് ടൈപ്പ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനാണ്. ആട്ട നന്നായിട്ട് ഇടഞ്ഞെടുക്കണം. ബേക്കിംഗ് പൗഡറും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇടഞ്ഞെടുത്തത്. പിന്നെ ശർക്കരപ്പൊടി, എൻ്റെ കയ്യിൽ ശർക്കരപ്പൊടി ഉണ്ടായിരുന്നു, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലാക്കി 2 മുട്ട ഞാൻ ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ട് ബട്ടറും പിന്നെ വാനില എസൻസ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ശർക്കരപ്പൊടിയും കൂടി ഇട്ടിട്ട് അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആട്ട മെല്ലെ പാലും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. മൈദയുടെ അത്രയും സോഫ്റ്റ് ആയിട്ട് ആട്ടയിൽ കിട്ടത്തില്ല കേട്ടോ. പക്ഷെ ടേസ്റ്റ്, ആട്ടയുടെ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ആ ശർക്കരയും കൂടെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിൽ കിട്ടും. ഹെൽത്തി വേർഷനുമാണ്. കാരണം പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല. മൈദ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആട്ട ചേർത്ത് കഴിച്ചാൽ ഹെൽത്തി വേർഷൻ തന്നെയാണ്. നമ്മളെല്ലാം കുറച്ചേ ചേർക്കുന്നുള്ളൂ. ബട്ടർ ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ആയാലും മതി. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് ആട്ട കേക്കിന് കുറച്ചും കൂടെ വേഗമുണ്ട്. അപ്പോൾ ഞാനൊരു 45 മിനിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. മൈദയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് സംഭവം സെറ്റായി കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പരന്ന ഇതുമല്ലല്ലോ, ബ്രെഡിൻ പോലത്തെ ഒരു സംഭവത്തിലായതുകൊണ്ട് എനിക്കൊരു 45 മിനിറ്റ്സ് ആദ്യം വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ നിന്ന് കുക്കാവുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കാം അത് പൊങ്ങി വരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ എൻ്റെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വേഗ് ഓരോരുത്തരുടെ മൈക്രോവേവ് ഓവൻ അനുസരിച്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. അതൊന്ന് ആറുക, എന്നിട്ട് പീസ് ചെയ്ത് കഴിക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ അങ്കൂന് നമ്മൾ ദോശയും തലേദിവസം രാത്രിയിലത്തെ കടലക്കറി ബാക്കി വെച്ചതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹോക്കിൻസിൻ്റെ ഒരു ഫ്യൂച്ചർ ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിലാണ് ഞാൻ ഇപ്പം ദോശ ഉണ്ടാക്കുന്നതും വറുത്തിടുന്നതും എല്ലാം കേട്ടോ. അത് പക്ഷേ നോൺ സ്റ്റിക്ക് പോലെയാണ്. സംഭവം സെറ്റായിട്ടുണ്ട്. കുറച്ച് പഴകി, എന്നാലും ഞാൻ എല്ലാം ഇപ്പം ഓൾ ഇൻ വൺ എന്ന് പറയുന്നല്ലോ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്കുവിൻ്റെ ടിഫിൻ ബോക്സ് ആപ്പിളും കുറച്ച് ഫ്രൂട്ട്സ് ബ്രേക്കിന് വെച്ച് കൊടുത്ത് ദോശയും കടലയും വെള്ളവും എല്ലാം സെറ്റാക്കി അവൻ്റെ ഇറങ്ങാണ്. അപ്പോൾ രാത്രിയിൽ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വരുന്നുണ്ട്. അപ്പം മഴച്ചാറ്റലിൻ്റെ അതാണ്, ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്കുതേ പോവുകയാണ്. അപ്പം നമ്മുടെ കിച്ചൺ ബാൽക്കണിയിൽ നിന്നാലേ ഇവൻ്റെ വണ്ടി വരുന്ന അങ്ങനെ കാണാൻ പറ്റത്തില്ല. നമ്മുടെ മാവുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ റൂം ബാൽക്കണിയിലോട്ട് വന്ന് നിന്ന് അവൻ കയറുന്നതും പോകുന്നതും ഒക്കെ കാണാം. ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കയറിയിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴവും ആപ്പിളും മുസ്ലിം പാലും ഞാൻ കാണിക്കാനുണ്ടല്ലോ. കുറച്ച് നാളത്തേക്ക് ഇനി രാക്കി ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് രാക്കയെ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഒരു ഫ്രണ്ടും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ചിനായിട്ട് നമ്മുടെ ചക്കക്കുരു ഫ്രിഡ്ജിൽ ഞാൻ നാട്ടിൽ നമ്മ കൊടുത്ത ചക്കയുടെ കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇങ്ങനെ കറി വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിങ്ങനെ വെള്ളത്തിൽ ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നൊരു കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു.
അത് ശരിക്കും അതിന്റെ പാടയൊക്കെ മാറ്റിയിട്ടേ ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ അടച്ചു വെച്ചാൽ മതി. കുറേ നാളിരിക്കും. ഇത് എത്ര ദിവസമായി എൻ്റെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ ഇടണമെന്നേ ഉള്ളൂ നമ്മൾ. എന്നാലും അത് സോഫ്റ്റ് ആവണമെങ്കിൽ, കാരണം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയാവും. കുറച്ച് നേരം പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ സെറ്റാവും. ഞാൻ അതിൻ്റെ ഒരു കറിയും വെച്ചു, ചോറും വെച്ചു. ലാസ്റ്റ് വറുത്ത് വിടുക, തേങ്ങ അരച്ചിട്ട് ഒരു ചക്കക്കുരു ഒഴിച്ച് കറി പോലെ. കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ഇല്ലേ ഈ ചക്കക്കുരു എന്ന് പറയുന്നത്, തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു കറി വെച്ചു. നമ്മുടെ ജ്യോതിർമയി പുള്ളിക്കാരി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ വന്ന് കുറച്ച് ബീൻസ് ഉപ്പേരിയും കൂടെ വെച്ചു. കാരണം ഇതൊക്കെ പഴയ സ്റ്റോക്കാണ് ഫ്രിഡ്ജിൽ ഇരുന്നതേ. അപ്പം ഞാൻ ഈ ബീൻസ് അങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് മെഴുക്ക് വരട്ടി. നമ്മുടെ സവാള ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് ഈ സവാള ഇങ്ങനെ ഇടുന്ന ഇഷ്ടം. മെഴുക്ക് വരട്ടിയിൽ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് അതിനകത്ത് വരുന്ന രീതിയിൽ മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. ബീൻസ് ഉപ്പേരി എന്നൊന്നും അല്ലാതെ എന്താ വെക്കുക അല്ലേ. മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരു മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. പക്ഷെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലെന്നേ, ഇവിടെ മീൻ കിട്ടത്തില്ല. കിട്ടുവാണെങ്കിൽ ആ റോഹു കട്ട്ല ഭയങ്കര മുള്ളുകളി, മാത്രമല്ല അതിൻ്റെ സ്മെല്ലും നമുക്ക് പിടിക്കത്തില്ല. നമ്മൾ ഈ കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിച്ചിട്ട് ഇവിടുത്തെ ഈ ചുറ്റുപാടുള്ള മീൻ, നമ്മുടെ ഇതിനകത്ത് തന്നെ ഒരു കനാലുണ്ട്, അതിനകത്തും ഉണ്ട് മീനും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ നമുക്കത് ഒട്ടും എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഈ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് കരിമീൻ പോലും ഞാൻ കഴിക്കാറില്ല. പിന്നെ ഞാൻ ഗ്യാസിന്റെ കാര്യം പറയാൻ വെച്ചാൽ, നമുക്കിവിടെ ഗ്യാസ് കൊടുത്തു തുടങ്ങി. പക്ഷെ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞവർക്ക്, അതായത് നമ്മുടെ ലാസ്റ്റ് സിലിണ്ടർ നമ്മൾ വാങ്ങിച്ച് 45 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫ്രഷ് ബുക്കിംഗ് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കയ്യിലിരുന്ന കുറ്റി കഴിഞ്ഞിട്ട് പുതിയ എടുത്ത് വെച്ച് നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കാണിക്കുന്നത് March 15 നിങ്ങൾക്ക് ലാസ്റ്റ് ഡെലിവറി നടന്നേക്കുന്നത്. ഇനി April 30 കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി January 31 ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഗ്യാസ് വാങ്ങിച്ചത്. ഇവരെന്തോ തട്ടിപ്പും തരികടയും കാണിച്ചാൽ എന്തായാലും നോക്കട്ടെ. നമ്മൾ 30 വരണ്ടല്ലോ, അതിന് മുന്നേ എങ്ങാണ് ഈ ഗ്യാസ് തീരുവാണെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഗ്യാസിന്റെ വണ്ടി വന്നപ്പോൾ രാക്കി ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി അത് ചോദിക്കാൻ വേണ്ടി നിന്നപ്പോഴാ പുറത്തിപ്പോ ഞാൻ കാണിച്ച ആ കുറ്റി റിട്ടേൺ എടുക്കാൻ വേണ്ടി വന്നയാ. അതായത് നമ്മുടെ തൊട്ട് മേളിലുള്ളവർക്ക് ഡെലിവറി ചെയ്ത കുറ്റിയില്ലേ, അത് ലീക്കായിരുന്നു. അപ്പോൾ ഒരുപാട് സൂക്ഷിക്കും. ഇവിടെ ഒരുപാട് അങ്ങനെ കേസസ് വരുന്നുണ്ട്. പൊട്ട കുറ്റിയൊക്കെയാണെന്ന് തോന്നുന്നു അവർ കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമായി ഈ ഗ്യാസിന്റെ കാര്യം ഇപ്പോൾ കേട്ടോ. കാരണം പൊട്ടിയൊക്കെ തെറിക്കുന്ന സംഭവമാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം. പുതിയ കുറ്റി വരുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അടപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. ബബിൾസ് വരുവാണെങ്കിൽ അത് ലീക്കാട്ടോ. അപ്പോൾ അതേ നമ്മുടെ അങ്കു പതിവില്ലാത്ത കുറച്ച് പഠിത്തത്തിലാണ്. എന്തോ കാര്യമായിട്ട് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാ എന്തായാലും നല്ല കാര്യം. അപ്പോൾ എല്ലാവർക്കും അവൻ്റെ ഒരു ഹായ് കേട്ടോ. അവനിപ്പോൾ ബിസിയാണ് മൊത്തത്തിൽ. ഡിന്നറതേ നമ്മൾ ചട്നി അരയ്ക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് രാത്രി ഇഡലിയും ചട്നിയുമാണ്. മാത്രമല്ല രാക്കേ എന്നോട് പറഞ്ഞത് അത് മതി, വയറ് കുറച്ച് ലൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ ദേ ഇഡലിയും ഞാൻ എപ്പോഴും ഇപ്പം മാവ് അരച്ച് വെക്കും. നമ്മുടെ ഇഡ്ഡലി ചട്നി ഞാൻ ഇന്ന് മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഓംലെറ്റും കൂടെ എനിക്ക് കഴിക്കാൻ തോന്നി. ഞാൻ എന്താണോ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് അത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിരിക്കും. എല്ലാവരുടെയും വിഷുവും കാര്യങ്ങളൊക്കെ എന്തായി? ഞങ്ങൾക്ക് ഇപ്രാവശ്യം വിഷു ഇല്ല കേട്ടോ. ഒരാക്കയുടെ അമ്മമ്മ മരിച്ചത് നവംബറിലായിരുന്നു. 1 വർഷം കഴിയാൻ നമ്മൾ ആഘോഷിക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.